നമസ്കാരം. അണ്ണാ, ഞാൻ അണ്ണനെപ്പറ്റി കുറേ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പൊക്കി അടിച്ചിട്ടുണ്ട്. നീ എന്തിനാടാ ആവശ്യമില്ലാത്തതൊക്കെ പറയുന്നത്? ആട്ടെ, നീ എന്താ പറഞ്ഞു പിടിപ്പിച്ചത്? അണ്ണൻ വലിയ നടനാണ്, ഉർവശി തിയേറ്റേഴ്സിൻ്റെ ഓണറാണ് എന്നൊക്കെ ഞാനങ്ങ് പൊക്കി അടിച്ചണ്ണ. വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കയ്യിൽ നിന്നിട്ട് കാച്ചതണ്ണ. ഓഹോ, ഇതാണോ നീ കയ്യിൽ നിന്നിട്ട് കാച്ചത്? ഇതൊക്കെ സത്യമാടാ, ഞാൻ ബെസ്റ്റ് നടൻ തന്നെയാണ്. ഇതുപോലെ വാർത്താവതരണമെല്ലാം കഴിഞ്ഞ ശേഷം വേഷം മാറുന്നതിനിടയിൽ അവതാരകൻ ഡ്രൈവർ പൊന്നപ്പനെ പോലെ മുതലാളിയോട് പറയും, അണ്ണാ, ഇന്ന് നമ്മുടെ റേറ്റിംഗ് അങ്ങ് കയറും അണ്ണ. ഞാൻ കുറേ പൊക്കി കാച്ചിയിട്ടുണ്ട്. ഇന്ത്യയിലെ മൊത്തം വിമാനത്താവളങ്ങളും ഞാൻ അടപ്പിച്ചണ്ണ. അത് കേട്ട് മുതലാളി വൈകിട്ട് അന്തിച്ചർച്ചയ്ക്ക് വരുമ്പോൾ പറയും, പൊന്നപ്പൻ പറഞ്ഞതെല്ലാം സത്യമാണ്. മാന്നാർ മത്തായി സിനിമയിലെ ഡ്രൈവർ പൊന്നപ്പനെ ഓർമ്മിപ്പിക്കും പോലെ ദുരന്തത്തിലായാലും യുദ്ധത്തിലായാലും കലോത്സവമായാലും വാർത്താ വായനയിലായാലും കയ്യിൽ നിന്നിട്ട് കാച്ചുകയും പൊക്കി അടിക്കുകയും ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകനുണ്ട് മരക്കുറ്റി ചാനലിൽ. എം മുകുന്ദൻ്റെ കഥയുടെ പേര് പോലെ മുണ്ടനം ചെയ്യപ്പെട്ട ശിരസുള്ള ഈ അവതാരം എന്തൊക്കെ കുത്തിത്തിരിപ്പ് സമൂഹത്തിലുണ്ടാക്കാമോ അതെല്ലാം ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്. അഗസ്റ്റിൻ സഹോദരന്മാർ മരംകൊള്ളയുടെ പേരിൽ അലറി വിളിച്ച് അകത്തായപ്പോൾ ഈ അവതാരം 24 ന്യൂസിൽ ആയിരുന്നു. അന്ന് ഗ്രാഫിക്സിൻ്റെ സഹായത്തോടെ കള്ളത്തടി കയറ്റിയ ലോറി ഓടിച്ചു വന്ന അരുൺകുമാർ അവതരിപ്പിച്ച വാർത്ത ഇപ്പോഴും ഓർമ്മയിലുണ്ട്. അധികം വൈകാതെ മരക്കള്ളന്മാരായ ബ്രദേഴ്സ് ഒരു ചാനൽ വിലയ്ക്ക് വാങ്ങി. അല്പം വില കൂട്ടിപ്പറഞ്ഞ് അരുൺകുമാറിനെ ദത്തെടുത്തു. ഇതൊക്കെ കണ്ട് ജനങ്ങൾ അമ്പരന്നു. അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ തങ്ങളെ തെറി പറഞ്ഞ 4-5 എണ്ണത്തിനെ തഞ്ചത്തിലൊപ്പിച്ചെടുത്ത് അവർ വാർത്താമുറിയെ അലമ്പിൻ്റെ സർവകലാശാലയാക്കി മാറ്റിയിരിക്കുന്നു. ദാർശനികനായ എഴുത്തുകാരൻ നിത്യചൈതന്യ യതി ഒരു ലേഖനത്തിൽ എഴുതിയ വാക്കുകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് ഇവരുടെ പ്രകടനം. ബുദ്ധിയുണ്ട്, സംസ്കാരമുണ്ട് എന്ന് നമ്മൾ കരുതുന്ന കുറേ മനുഷ്യരുണ്ട്. മിക്കവരുടെയും മനസ്സ് മീൻചന്ത പോലെയാണ്. പരസ്പരം ബന്ധമില്ലാത്ത ഒട്ടേറെ ശബ്ദങ്ങൾ അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നു. യതിയുടെ ഈ വാക്കുകളെ അർത്ഥവത്താക്കുന്ന പ്രവൃത്തികളാണ് റിപ്പോർട്ടർ എന്ന ചാനലിലെ എഡിറ്റേഴ്സ് മീറ്റ് എന്ന പരിപാടി. ഇവർക്കിടയിൽ മൊയലാളിയും കോട്ടിട്ട് വന്നിരിക്കും. മുട്ടിൽ വില്ലേജിൽ നിന്നും മുറിച്ചു മാറ്റിയ മരക്കുറ്റികൾ ദ്രവിച്ചു മണ്ണടിഞ്ഞാലും കേസിൽ ഒരു തീരുമാനവും ഉണ്ടാകരുത് എന്ന ചിന്തയിലാണ് മുതലാളിയുടെ ചർച്ച. ഈ അരുൺകുമാർ ഇന്ത്യ പാക് യുദ്ധവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയായിരുന്നു അടിച്ചുവിട്ടത്? അയാൾ ചാനൽ മുറിയിലിരുന്ന് രാജ്യത്തെ വിമാനത്താവളങ്ങളെല്ലാം അടപ്പിച്ചു. അതിനു മുമ്പൊരിക്കൽ വീണ്ടും നോട്ട് നിരോധിച്ചു. കലോത്സവത്തിൽ പങ്കെടുത്ത ഒരു കുട്ടിയെ മോശമായി ചിത്രീകരിച്ചു. സാമ്പാറും അടപ്രഥമനുമായി ജീവിതം കഴിച്ചുകൂട്ടിയ ആ പഴയിടം നമ്പൂതിരിയെ സവർണനാക്കി. ബ്രാഹ്മണിക്കൽ ഹെജുമണി ആഘോഷിച്ചു. കുതിരപ്പുറത്ത് വന്ന് കഴുതയെ പോലെ അയാൾ വാർത്തകൾ വളച്ചൊടിച്ചു. ഇദ്ദേഹവും ഒരു ഡോക്ടറാണ്. എന്തിനാണ് യുദ്ധത്തിൻ്റെയും ദുരന്തത്തിൻ്റെയും ഒക്കെ ഇടയിൽ നിന്ന് ഇവരിങ്ങനെ മീൻചന്ത പോലെ ബഹളമുണ്ടാക്കുന്നത്? അയ്യങ്കാർ സ്വാമി വരും വരെ അമാവാസി നിൽക്കില്ല എന്ന് ഇവർക്കറിയാം. ഒന്നിനും കാത്തു നിൽക്കാൻ ഇവർക്ക് പറ്റില്ല. ദിവസം കിട്ടുന്നതെല്ലാം ഭാവന കലർത്തിയും കയ്യിൽ നിന്നിട്ട് കാച്ചിയും റേറ്റിംഗ് ഉയർത്തുകയാണ് ലക്ഷ്യം. പാകിസ്ഥാൻ്റെ 2 വിമാനം ഇന്ത്യ വെടിവെച്ചിട്ടാൽ ഇവരത് 6 ആക്കും. വിമാനത്താവളത്തിലെവിടെയോ ആരോ ശുചിമുറിയുടെ വാതിലടച്ചപ്പോൾ ഇയാൾ പറഞ്ഞു, മൊത്തം വിമാനത്താവളങ്ങളും അടച്ചു എന്ന്. വിമാനത്താവളങ്ങൾ അടച്ചുവെന്ന് കേട്ടപ്പോൾ തോന്നി പാകിസ്ഥാൻ ഇപ്പോൾ നമ്മളെ തകർത്ത് കളയുമെന്ന്. ഇങ്ങനെ ഇല്ലാവചനം പറഞ്ഞും കയ്യിൽ നിന്നിട്ട് കാച്ചിയും പൊട്ടത്തേറ്റുകൾ വിളിച്ചു പറഞ്ഞും മുണ്ടന ശിരസ്കൻ തൻ്റെ ജൈത്രയാത്രകൾ തുടരുകയാണ്. ഉളുപ്പ് ലവലേശമില്ലാതെ. കുറച്ച് കഞ്ഞി എടുക്കട്ടെ പൊന്നപ്പ, യുദ്ധം ചെയ്ത് ക്ഷീണിച്ചതല്ലേ. നന്ദി.